നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ച മെട്രിക്സ് അഡിഷൻ്റെയും അതുപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെയും പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, ഒരു എക്സാമ്പിൾ. അപ്പോൾ നമുക്കത് നോക്കാം. ഇവിടെ എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിരിക്കുന്നു, 3 റോസും 2 കോളവും. അപ്പോൾ ഇതൊരു 3/2 മെട്രിക്സ് ആണ്. ഇതുപോലെ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു, ഇതും ഒരു 3/2 മെട്രിക്സ് ആണ്. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന സെയിം ഓർഡറിലുള്ള 2 മെട്രിക്സുകൾ തന്നിരിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി മെട്രിക്സ് എക്സ് സച്ച് ദാറ്റ് 2a + 3x = 5b. ഈ ഒരു ഇക്വേഷൻ അനുസരിക്കുന്ന എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടെത്തണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ അനുസരിക്കുന്ന എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഇക്വേഷനിൽ നിന്ന് തുടങ്ങുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ 2a + 3x = 5b. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. നമുക്ക് എക്സിനെയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് LHS നോക്കുക, RHS നോക്കുക. 2 സൈഡിലും നമുക്കിവിടെ ഈ എക്സ് ഉള്ള ടേം മാത്രം കിട്ടണം. അപ്പോൾ ആദ്യം ഈ 2a ഇവിടുന്ന് നമുക്ക് കളയണം. അപ്പോൾ ഇതിനെ കളയാനുള്ള ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻവേഴ്സ് ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യും. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് -a ആണ്. സോ 2a എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് -2a. അത് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2a + 3x ഇതിൻ്റെ ലെഫ്റ്റിലും 2a - 2a ആഡ് ചെയ്യുക, അതുപോലെ റൈറ്റിലും -2a ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അനുസരിക്കും. സോ a + b c എന്ന ഫോമിൽ ഒരു സാധനം കിടക്കുകയാണെങ്കിൽ അതിന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് റീഅറേഞ്ച് ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടതാണ്. സോ ഇവിടെ 2a - 2a നമ്മൾ അടുത്തേക്ക് എടുത്തു, + 3x = 5b - 2a. 2a - 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2a എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സാണ് -2a. അപ്പോൾ 2a - 2a എന്ന് പറയുന്നത് 0 മെട്രിക്സ് ആയിരിക്കും. നമ്മൾ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ കണ്ടതനുസരിച്ച് 2a - 2a എന്ന് പറയുന്നത് 0 മെട്രിക്സ് ആയിരിക്കും. സോ 0 + 3x = 5b - 2a. 0 + 3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്ന് പറയുന്നത് മെട്രിക്സ് അഡീഷൻ്റെ ഐഡൻറ്റിറ്റിയാണ്. സോ 0 മെട്രിക്സ് + 3x എന്ന് പറയുന്നത് 3x തന്നെയായിരിക്കും. അപ്പോൾ 3x = 5b - 2a എന്ന് പറയാം. ഇനി നമുക്ക് എക്സിലേക്ക് എത്തണം. അപ്പോൾ ഇവിടെ 3x ആണ് നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് എക്സിലേക്ക് എത്തണം. അപ്പോൾ അതിനായിട്ട് 3 എന്ന് പറയുന്നത് ഒരു സ്കേലാറാണ്. നമുക്ക് ഈ സ്കേലാറിനെ ഇവിടുന്ന് മാറ്റണം. അതിനായി ഒരു 1/3 കൊണ്ട് ലെഫ്റ്റിലും റൈറ്റിലും മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3x = 5b - 2a. ഈ ഇക്വേഷനിലെ ലെഫ്റ്റിലും റൈറ്റിലും ഒരു 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1/3 × 3x = 1/3 × 5b - 2a. ഇവിടെ 3യും 3യും ക്യാൻസൽ ചെയ്ത് പോയി. x = 1/3 × 5b - 2a. ഇനി ആദ്യം തന്നെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്നും 5b കണ്ടെത്തുക. അപ്പോൾ 5b കണ്ടെത്തുകയാണെങ്കിൽ 5b = നമുക്ക് തന്നിരിക്കുന്ന ബി എന്ന മെട്രിക്സിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിലുള്ള ഓരോ എലമെൻറ്റ്സിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2 × 5 10, -2 × 5 -10, 4 × 5 20, 2 × 5 10, ഇവിടെ -25, അതുപോലെ ഇവിടെ 5. ഇങ്ങനെയാണ് നമ്മുടെ 5b വരിക. ഇതുപോലെ 2a കണ്ടുപിടിക്കുക. അപ്പോൾ 2a കാണാനായിട്ട് a എന്ന് പറയുന്ന മെട്രിക്സിനെ ഓരോ എലമെൻറ്റ്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ 8 × 2 16, 0 × 2 0, 4 × 2 8, അതുപോലെ -2 × 2 എന്ന് പറയുമ്പോൾ -4, ദെൻ 3 × 2 6, 6 × 2 12. ഇത്തരത്തിൽ 5bയും 2aയും കണ്ടുപിടിക്കുക. അപ്പോൾ മെട്രിക്സ് അഡിക്ഷൻ്റെയും അതുപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെയും ഒരു പ്രോബ്ലം ചെയ്തിട്ട്
നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു. 1 2 3 2 3 1 ഒരു 2 റോയും 3 കോളം ഉള്ള ഒരു 2/3 മെട്രിക്സ് എ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നു. അതുപോലെ ബി എന്ന് പറഞ്ഞ് അടുത്തൊരു സെയിം ഓർഡർ ഉള്ള ഒരു 2/3 മെട്രിക്സ് തന്നിരിക്കുന്നു. 3 -1 3 -1 0 2 ദെൻ ഫൈൻഡ് 2a മൈനസ് ബി. ഇങ്ങനെ ഒരു എയും ബിയും തന്നിട്ട് നമ്മളോട് 2a മൈനസ് ബി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലെ 2a കണ്ടുപിടിക്കാം. അപ്പോൾ 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × a. 2a എന്ന് പറഞ്ഞാൽ 2 × a. അപ്പോൾ 2 എന്ന് പറയുന്ന സ്കെയിലാർ കൊണ്ട് a എന്ന് പറയുന്ന മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെ ഒരു സ്കെയിലാർ കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് 2 കൊണ്ട് ഉള്ളിലുള്ള ഓരോ എലമെൻസിനെയും ഈ മെട്രിക്സിലെ ഓരോ എലമെൻസിനെയും ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യം 1 × 2 2 2 × 2 4 2 × 3 6 2 × 2 4 2 × 3 6 2 × 1 2. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2a എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. ഇനി ബി എന്ന് പറയുന്ന മെട്രിക്സ് അതുപോലെ തന്നെ എഴുതി നോക്കി. നമുക്ക് കണ്ടെത്തേണ്ടത് 2a മൈനസ് ബി ആണ്. 2a ആദ്യം തന്നെ എഴുതി മൈനസ് ബി എഴുതി. ഇനി ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. സോ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. മെട്രിക്സ് 2 - 3 4 -1 അതുപോലെ 6 - 3 4 -1 6 -0 2 -2 ഇങ്ങനെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് -1 അതുപോലെ 4 -1 എന്ന് പറയുമ്പോൾ 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയി. 4 - -1 5 6 - 3 എന്ന് പറഞ്ഞാൽ 3 5 6 0. ഇങ്ങനെയാണ് നമുക്ക് 2a മൈനസ് ബി എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടുക. അപ്പോൾ ഇതും എയും ബിയും ഇവിടെ ഒരു 2/3 മെട്രിക്സുകളാണ്. സോ 2a മൈനസ് ബിയും ഒരു 2/3 മെട്രിക്സ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ച മെട്രിക്സ് അഡിഷൻ്റെയും അതുപോലെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ. നമ്മൾ 5bയും 2aയും ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് x = 5b - 2a. അപ്പോൾ 5bയുടെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയ 5b എന്നുള്ള ആൻസർ എഴുതി. അതുപോലെ 2aയുടെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയ 2a എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. ഇനി നമുക്ക് ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ മൈനസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഓരോ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആയിട്ട് മൈനസ് ചെയ്ത് നോക്കുക. 10 - 16 അതുപോലെ -10 - 0 20 - 8 10 - -4 -25 - 6 5 - 12 ഇങ്ങനെ ഓരോ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആയിട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് -6 -10 12 40 -31 -7 ഇതാണ് നമ്മുടെ ആവശ്യമുള്ള x എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ ഇത്തരത്തിൽ 2a + 5b = 2 എന്ന് പറയുന്ന നമുക്ക് ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അടുത്തൊരു പ്രോബ്ലം നോക്കാം. നമുക്ക് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകളുണ്ട്. അതിൽ x + y എന്താണെന്ന് തന്നേക്കണം, അതുപോലെ x - yയും എന്താണെന്ന് തന്നേക്കണം. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും, അതുപോലെ രണ്ട് മെട്രിക്സ് സബ്സ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നമുക്ക് തന്നിരിക്കണം. ഇതിൽ നിന്നും എക്സ് വൈ എന്ന് പറയുന്ന മെട്രിക്സുകൾ കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് x + y തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ x + y = എന്താ തന്നിരിക്കണമെന്ന് എടുത്തെഴുതി. x - y തന്നിട്ടുണ്ട്, അതും അതുപോലെ തന്നെ നമുക്ക് എന്താ തന്നേക്കണമെന്ന് വെച്ചാൽ എടുത്തെഴുതി. ഇനി ഇതിൽ നിന്നും x കണ്ടുപിടിക്കാനുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമുക്ക് x + yയും x - yയും തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇവിടെ തന്ന x + yയും x - yയും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡുകൾ തമ്മിൽ ആദ്യം ആഡ് ചെയ്യുക. ഇതാണ് x + y + x - y. ഈ ലെഫ്റ്റ് സൈഡുകൾ ആഡ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയേ +y ഉണ്ട് -y ഉണ്ട്. +y - y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് x + x 2x എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ x + yയും x - yയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2x കിട്ടി. അതിൽ നിന്ന് 2നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ x കിട്ടും. ഇത്തരത്തിൽ നമുക്ക് ഈസി ആയിട്ട് എക്സിൻ്റെ വില കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ x + yയും x - yയും ആഡ് ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡുകൾ തമ്മിൽ ആദ്യം ആഡ് ചെയ്യുക, റൈറ്റ് സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ കൂട്ടി 5 + 3 8, അതുപോലെ 2 + 6 8 0 + 0 0 9 + -1 8. ഇത്തരത്തിൽ നമുക്ക് 2x = 8808 എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. ഇപ്പോൾ 2x കിട്ടി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ x = 2 എന്ന് പറയുന്ന ഒരു സ്കെയിലാറാണ്. അപ്പോൾ ഈ 2നെ ഇപ്പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് 1/2 ആയി. സോ x = 1/2 ×
8808. ഇതിലെ ഓരോ എലമെൻസിന് നമ്മൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി പഠിച്ചതാണ്. 1/2 കൊണ്ട് ഓരോ എലമെൻസിനെ മൾട്ടിപ്ലൈ ചെയ്യും. 1/2 × 8 4, 1/2 × 8 4, 1/2 × 0 0, 1/2 × 8 4. അപ്പോൾ ഇത്തരത്തിൽ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് കിട്ടി. ഇനി അടുത്തത് വൈ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കൂട്ടിയപ്പോഴാണ് നമുക്ക് എക്സിൻ്റെ ആൻസർ കിട്ടിയത്. ഇനി എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന രണ്ട് മെട്രിക്സുകൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ആദ്യം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡുകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ, ഈ മൈനസ് ചിഹ്നം ഉള്ളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ മൈനസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ്, മൈനസ് ഓഫ് മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വൈ. അപ്പോൾ ഇതിൽ എക്സും ഉണ്ട് മൈനസ് എക്സും ഉണ്ട്. എക്സ് പ്ലസ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി, സീറോ മെട്രിക്സ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ എക്സിനെ ഈ മൈനസ് എക്സിനെ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കിയുള്ളത് വൈ പ്ലസ് വൈ 2y. ഇനി റൈറ്റ് സൈഡുകൾ തമ്മിൽ ചെയ്ത് നോക്കുക. ഇത് എക്സ് പ്ലസ് വൈയുടെ ആൻസർ, ഇത് എക്സ് മൈനസ് വൈയുടെ ആൻസർ, ഇത് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ 5 - 3 2 ആണ്, 2 - 6 -4 ആണ്, 0 - 0 0 ആണ്, 9 - -1 10 ആണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് 2yയുടെ ആൻസർ കിട്ടി. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ 2y കിട്ടിക്കഴിഞ്ഞാൽ y കണ്ടുപിടിക്കുക എളുപ്പമാണ്. ജസ്റ്റ് ഈ 2നെ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുക. അപ്പോൾ അത് 1/2 ആയി. അപ്പോൾ y = 1/2 × 2 - 4 0 10. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ 1/2 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ആൻസർ 1 - 2 0 5. ഇതാണ് നമ്മുടെ y എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ആൻസർ. അപ്പോൾ ഇത്തരത്തിൽ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും തന്നിട്ടുള്ള ഏത് പ്രോബ്ലവും ഇത്തരത്തിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി മെട്രിക്സ് അഡീഷൻ്റെയും അതുപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെയും എന്താണ് കാര്യമെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ രണ്ട് എക്സാമ്പിളുകൾ നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ രണ്ട് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ, ഇതെവിടെയാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുക, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനുള്ള ഒരു എക്സാമ്പിൾ കൂടി ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അതേ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ റാം ഗോപാൽ എന്ന് പറയുന്ന രണ്ട് കർഷകർ 3 വെറൈറ്റീസ് ഓഫ് റൈസ് അവർ കൾട്ടിവേറ്റ് ചെയ്തേക്കാണ്. ഒന്ന് ബസുമതി, അതുപോലെ പെരുമാൾ ആൻഡ് നോറ. ഈ 3 വെറൈറ്റീസ് അവർ കൾട്ടിവേറ്റ് ചെയ്തേക്കാണ്. ഇതിൽ നിന്ന് ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ ഈ 2 മാസങ്ങളിലായിട്ട് ഈ 2 കർഷകർക്കും ഈ 3 വെറൈറ്റീസിനും സെയിൽ ചെയ്തതിൽ നിന്ന് കിട്ടിയ എമൗണ്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കിട്ടിയേക്കുന്ന എമൗണ്ട് നമ്മൾ ഈസി ആയിട്ട് 2 മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ തന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനെ സിമ്പിളായിട്ട് 2 മെട്രിക്സ് ആയിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, സെപ്റ്റംബറിലെ സെയിൽസ് ജസ്റ്റ് ഒരു മെട്രിക്സ് ആയിട്ട് കാണിച്ചേക്കാണ്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്. ഇതിൽ ഫസ്റ്റ് റോയിൽ റാം എന്ന് പറയുന്ന കൃഷിക്കാരൻ്റെ സെയിൽസാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അയാൾ ബസ്മതി എന്ന് പറയുന്ന റൈസിൽ നിന്ന് 10,000 സെയിൽസും അതുപോലെ പെരുമാൾ 20,000, നോറ 30,000. ഇങ്ങനെയാണ് റാം എന്ന് പറയുന്ന കർഷകൻ്റെ സെപ്റ്റംബറിലെ ഓരോ ക്രോപ്പിൻ്റെയും സെയിൽസ്. ഇതുപോലെ ഗോപാലിൻ്റെ ബസ്മതി 50,000, പെരുമാൾ 30,000, നോറ 10,000. ഇങ്ങനെയാണ് ഗോപാൽ എന്ന് പറയുന്ന കർഷകൻ്റെ സെപ്റ്റംബർ മാസത്തിലെ സെയിൽസ്. ഇത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിട്ട് സെപ്റ്റംബറിലെ സെയിൽസ് ഫുള്ളായിട്ട് തന്നിരിക്കണം. ഇതുപോലെ തന്നെ ഇവരുടെ ഒക്ടോബറിലെ സെയിൽസും ഇതുപോലെ തന്നെ ഒരു മെട്രിക്സ് ആയിട്ട് തന്നേക്കാണ്. അപ്പോൾ അതിൽ നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് റോയിൽ റാമിൻ്റെ സെയിൽസും സെക്കൻഡ് റോയിൽ ഗോപാലിൻ്റെ സെയിൽസുമാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ 2 കർഷകരുടെ ഒരു സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിരിക്കണം. ഇനി ഇതിൽ നിന്നും നമുക്കിതൊന്ന് അനലൈസ് ചെയ്ത് ഇതിൽ നിന്നും ഒരു 3 ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചേക്കുകയാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡാറ്റ നിങ്ങൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക. ഇതിൽ നിന്നും നമുക്ക് ഒരു 3 ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരൊറ്റ പ്രോബ്ലത്തിൽ നിന്നും എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനെ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്ത് ഈസി ആയിട്ട് കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളൊരു ഐഡിയ കൂടി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദി കമ്പൈൻഡ് സെയിൽസ്. ഫൈൻഡ് ദി കമ്പൈൻഡ് സെയിൽസ് in September and October. In September and October
ഫോർ ഈച്ച് ഫാർമർ for each crop. ഇതാണ് അവരുടെ എ ക്വസ്റ്റ്യൻ. അതായത് സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും ഓരോ ഫാമേഴ്സിനും ഓരോ ക്രോപ്പിലും കിട്ടിയ കമ്പൈൻഡ് സെയിൽസ് എത്രയാണെന്ന് കണ്ടെത്താൻ. ഇതാണ് നമ്മൾ എ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ ബി ക്വസ്റ്റ്യനായിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് decrease in sales. Find decrease in sales. Find decrease in sales from September to October. അതും ഈ പറഞ്ഞ പോലെ for each farmer, for each crop. ഇതാണ് ഈ ഒരു നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഡാറ്റേനെ ബേസ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന രണ്ട് പ്രോബ്ലംസ്. നമുക്ക് ആദ്യം ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ടൊന്ന് നോക്കുക. സെപ്റ്റംബറിലും ഒക്ടോബറിലും ഇവരുടെ കമ്പൈൻഡ് സെയിൽസ്, അത് പ്രാമിൻ്റെയും ഗോപാലിൻ്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള സെയിൽസ് ഓരോ ക്രോപ്പിൻ്റെയും നമുക്ക് ആവശ്യമുണ്ട്. നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് സെപ്റ്റംബറിലെ ഫുൾ സെയിൽസ് തന്നിട്ടുണ്ട്. ഇതുപോലെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് ഒക്ടോബറിലെ ഫുൾ സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കമ്പൈൻഡ് സെയിൽസ് കണ്ടെത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രിക്സിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് എ പ്ലസ് ബി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് എ എന്ന് പറയുന്ന മെട്രിക്സും ഇത് ബി എന്ന് പറയുന്ന മെട്രിക്സും ആണ്. അപ്പോൾ ഇതിൻ്റെ എ പ്ലസ് ബി കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ കമ്പൈൻഡ് സെയിൽസ് നമുക്ക് കാണാൻ പറ്റും. എ പ്ലസ് ബി കാണാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. രണ്ടും സെയിം ഓർഡറുള്ള മെട്രിക്സ് ആണ്. ഇവർ തമ്മിൽ ഈസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിനി അതിൻ്റെ ആൻസറിലേക്കൊന്ന് വരാം. നമുക്ക് എ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും കമ്പൈൻഡ് ആയിട്ടുള്ള അവരുടെ സെയിൽസ് ആണ്. അപ്പോൾ ആ രണ്ട് കർഷകർക്കും കമ്പൈൻഡ് ആയിട്ട് ഓരോ ക്രോപ്പിൽ നിന്നും എത്ര സെയിൽസ് കിട്ടി, സെപ്റ്റംബറും ഒക്ടോബറും കൂടെ ചേർന്ന്. നമുക്ക് സെപ്റ്റംബറിൽ കിട്ടിയ സെയിൽസ് ഇത്തരത്തിലൊരു 2/3 മെട്രിക്സ് ആയിട്ട് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ബസ്മതി എന്ന് പറയുന്ന ക്രോപ്പിന്, ഇത് പെരുമാൾ, ഇത് നോറ എന്ന് പറയുന്ന ക്രോപ്പിന്, ഇത് റാമിൻ്റെ, ഇത് ഗോപാലിൻ്റെ. ഇത്തരത്തിൽ നമ്മൾ ഇതിനെ ഓൾറെഡി ഒരു 2/3 മെട്രിക്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒക്ടോബറിൽ കിട്ടിയതിനെ നമ്മളൊരു എഗെയിൻ ഇതുപോലെ തന്നെ 2/3 മെട്രിക്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 മാസവും കിട്ടിയ കമ്പൈൻഡ് ആയിട്ടുള്ള സെയിൽസ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കൂട്ടുക. അപ്പോൾ നമുക്ക് ബസ്മതിയുടെ കമ്പൈൻഡ് സെയിൽസ് 15,000 രൂപ ഫോർ റാം. ഇതുപോലെ പെരുമാളിൻ്റെ കമ്പൈൻഡ് സെയിൽസ് 30,000 ഫോർ റാം. അതുപോലെ നോറയുടെ 36,000. ഇനി ഗോപാലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആൾക്ക് ബസ്മതിയിൽ നിന്ന് 70,000 രൂപ, പെരുമാളിൽ 40,000, അതുപോലെ നോറയിൽ നിന്നും 20,000. ഇങ്ങനെയാണ് ഈ 3 ക്രോപ്പിലും റാമിനും ഗോപാലിനും കിട്ടിയ കമ്പൈൻഡ് സെയിൽസ്. ഇതാണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്തത് ബി ക്വസ്റ്റ്യനിൽ ഇവർ ചോദിക്കുന്നത് സെപ്റ്റംബറിൽ നിന്നും ഒക്ടോബറിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഉണ്ടായ ലോസ് കണ്ടെത്താനാണ്. അതായത് സെപ്റ്റംബറിൽ ഇവർക്ക് കിട്ടിയ ആ സെയിൽസിൽ നിന്നും ഒക്ടോബറിലേക്ക് വന്നപ്പോൾ സെയിൽസ് എത്ര കുറഞ്ഞു. സെപ്റ്റംബറിലെ സെയിൽസിനെ ഫുള്ള് നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ടും ഒക്ടോബറിലേനെ ഫുള്ള് ബി എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ടും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കണ്ടെത്താനായിട്ട് നമുക്ക് ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് എ മൈനസ് ബി. അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ കുറയ്ക്കുക. 10,000 മൈനസ് 5,000 അങ്ങനെ 5,000. അതുപോലെ ഓരോ എലമെൻറ്റ്സ് തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ അതായത് റാം എന്ന് പറയുന്ന കർഷകന് ബസ്മതിയിൽ നിന്നും ഉണ്ടായ ലോസ് 5,000 രൂപയാണ്. സെപ്റ്റംബറിൽ നിന്ന് ഒക്ടോബറിലേക്ക് വന്നപ്പോൾ ആൾക്ക് 5,000 സെയിൽസ് കുറഞ്ഞു. ഇതുപോലെ പെരുമാളിനാണെങ്കിൽ 10,000 കുറഞ്ഞു. അതുപോലെ നോറയ്ക്ക് 24,000 സെയിൽസ് കുറഞ്ഞു. ഇനി ഗോപാലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആൾക്കും ബസ്മതിയിൽ 30,000 ആണ് സെയിൽസ് കുറഞ്ഞു. പെരുമാളിൽ 20,000 കുറഞ്ഞു. നോറയിൽ 0, അതായത് കുറവൊന്നുമില്ല. സെപ്റ്റംബറിലെ സെയിൽസ് തന്നെ ഒക്ടോബറിലും ആൾക്ക് കിട്ടി.